സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ മാതൃകയെ കാണുവാൻ കഴിയും. അനേകം ആളുകളും ഇത് സ്വർഗീയ പ്രാർത്ഥനയെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ട് പറയുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ സ്വർഗത്തിലായിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം ഇല്ല, ശരിയല്ലേ? സ്വർഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല. ഈ പ്രാർത്ഥന ഒട്ടും തന്നെ സ്വർഗത്തിൽ നമുക്ക് ആവശ്യമില്ല. ഇത് സ്വർഗീയ പ്രാർത്ഥന എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന എന്നാണ് പറയേണ്ടത്. യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചതുപോലെ, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ച സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തതായ പ്രാർത്ഥനയാണിത്. നാം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഭൂതത്തെ എങ്ങനെ പുറത്താക്കണം എന്ന കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എങ്ങനെ പ്രസംഗങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ സ്നാനപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരു വിഷയവും തന്നെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരു വിഷയം മാത്രം അവൻ പഠിപ്പിച്ചു. ഏതാണെന്ന് ചോദിച്ചാൽ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. പ്രാർത്ഥന പഠിച്ചിരിക്കുന്നതായ ഒരു വ്യക്തിയെ മറ്റൊന്നും തന്നെ പഠിപ്പിക്കേണ്ടതില്ല. പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. എല്ലാ രീതിയിലും ഉത്തമമായി ശ്രേഷ്ഠമായിട്ട് ചെയ്യുവാൻ കഴിയും. അനേകം ആളുകൾ ബൈബിൾ കോളേജിൽ പോകാറുണ്ട്. അവിടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടോ? ബൈബിളിനെ കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. ബൈബിൾ എപ്പോഴെഴുതി, ആരെഴുതി, ഏത് ഭാഷയിലാണ് എഴുതിയത്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തന്നെ പല വ്യാഖ്യാനങ്ങൾ പറയും. എന്നാൽ വേദപുസ്തകത്തിലെ വചനത്തെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഗ്രാഹ്യമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ. പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കുന്ന സമയത്ത് ബൈബിളിലുള്ള വചനത്തിന്റെ ആഴമായ അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് പ്രാർത്ഥന. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയും. അനേകം പാട്ടുകളൊക്കെ പാടും. പാട്ടുകളൊക്കെ പാടി ഒരുപാട് സമയം സ്തുതിക്കുവാനൊക്കെ ഇടയാകും. അതെല്ലാം നല്ലതാണ്, അത് ആവശ്യമാണ്. എന്നാൽ നാം നോക്കുമ്പോൾ ആരാധന മാത്രം അല്ല, അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല. ചില സഭകളിൽ ചില ദൈവദാസന്മാർ ഓരോരോ രീതിയിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ പരിമിതപ്പെട്ടു പോവുകയാണ്. എന്നാൽ പ്രാർത്ഥന എന്നത് അന്തരംഗത്തിൽ നിന്ന് വരുന്നതായ ഒരു നിലവിളിയാണെന്ന് ഒരു ദൈവദാസൻ പറഞ്ഞു. പ്രാർത്ഥന എന്നത് ഉച്ചരിച്ചു കൂടുവാൻ കഴിയാത്തതായ ഞരക്കമാണ്. പ്രാർത്ഥന എന്നത് ദൈവത്തിൻ്റെ മനസ്സിനെ അറിഞ്ഞിട്ട് ആ മനസ്സിലേക്ക് നീ മാറുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന. എന്നാൽ നാം നോക്കുമ്പോൾ പണ്ടുകാലത്തെ പരീശന്മാരും ശാസ്ത്രിമാരും ദീർഘമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എത്രയും കൂടുതൽ സമയം പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലതാണെന്നാണ്. സാധാരണ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല. എന്നാൽ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ട് മൈക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നോക്കൂ എത്രമാത്രം പ്രാർത്ഥിക്കും എന്ന്. എന്നാൽ വീട്ടിൽ ചെന്നാൽ അപ്പം തന്നെ മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നത് കാണാം. അത് മനുഷ്യരെ കാണിക്കുവാൻ ചെയ്തതായ പ്രാർത്ഥനയാണ്. എല്ലാവരോടും കൂടിയിരിക്കുമ്പോൾ ചെയ്യുന്നതായ പ്രാർത്ഥനയും യഥാർത്ഥമായ പ്രാർത്ഥനയെന്ന് വിചാരിക്കേണ്ട, അത് പ്രകാശിക്കുന്നതായിരിക്കണം. നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൂ. ഞാൻ യെരൂശലേമിൽ പോയ സമയത്ത് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതായ മലയിലേക്ക് പോകാനിടയായി. യേശു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തതായ ആ ഒലിവ് മലയിൽ ഒരുപാട് ഗുഹകളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട്. അവിടെ അകത്ത് കയറിയിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു മുറിയല്ല, ഒരു ഗുഹ പോലെയാണത്. അവിടേക്ക്
അവിടെ യേശുക്രിസ്തു ഒറ്റയ്ക്കിരുന്ന് കൂടുതൽ സമയം പ്രാർത്ഥിച്ചതായ ഒരു സ്ഥലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ ചർച്ച് കെട്ടിയിരിക്കുന്നു, എന്നാൽ അതിന്റെ അകത്ത് ആ ഒറിജിനൽ സ്ഥലം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ഥലത്ത് പാറയൊക്കെ ഉണ്ട്. അവിടെ യേശു ശിഷ്യന്മാരുമായി കൂടുതൽ സമയം ചെലവഴിച്ചതാണ്. അവൻ പകൽ മുഴുവൻ ദേവാലയത്തിൽ പ്രസംഗിച്ചിട്ട് രാത്രി മുഴുവൻ വന്നിട്ട് ഒലിവ് തോട്ടത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു പ്രാർത്ഥിച്ച രീതിയിൽ ആ കാലത്ത് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥിക്കാത്തതായ വ്യക്തികളുമായി നാമും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും അവിടെ നിന്നു പോകുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സമയത്ത് ശിഷ്യന്മാർ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു. 3 പേരെ കൊണ്ടുപോകുകയുള്ളായിരുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും 3 പേരെ മാത്രമാണ് അവൻ തിരഞ്ഞെടുത്തിരുന്നത്. അവരെ കൂട്ടിക്കൊണ്ട് പോയിരുന്നിട്ടും മറുരൂപമലയിൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് രൂപാന്തരം പ്രാപിച്ച സമയം മോശയും ഏലിയാവും ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇവരെ കണ്ടിട്ട് അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, യേശുവേ, അങ്ങേക്കൊരു കുടില്, മോശയ്ക്കൊരു കുടിൽ, ഏലിയാവിനൊരു കുടിൽ, അങ്ങനെ നമുക്കിവിടെ കെട്ടാം. നിങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ 3 പേർ ശിഷ്യന്മാരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കി നടത്താം. ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം. ഇവിടെ നല്ല രസമാണ്, നല്ല സുഖമാണ് ഇവിടെ ഈ മലയില്. ഇവിടെ തന്നെ നമുക്ക് സ്ഥിരമായിരിക്കാമെന്ന് പറഞ്ഞു. എന്താണ് താഴെ 9 പേർ എന്തു ചെയ്യുകയാണെന്ന് അറിയാമോ? പിശാച് ബാധിച്ച ഒരു പയ്യനുമായി വന്നിരിക്കുകയാണ് ഒരാൾ. എന്റെ മകനെ പിശാച് ബാധിച്ചിരിക്കുന്നു, വെള്ളത്തിലും തീയിലും കൊണ്ട് ചാടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഒരു ശിഷ്യൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോ പിശാച് എന്ന് പറയുമ്പോൾ പോകുന്നില്ല. അടുത്ത ആൾ പറഞ്ഞു, നീ മാറി നിൽക്ക്, ഞാൻ നോക്കാമെന്ന്. അങ്ങനെ ആ ശിഷ്യന്മാർ ഓരോരുത്തരായി വളരെ കഷ്ടപ്പെടുകയാണ്. ഇവിടെയാണെങ്കിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ മലയിൽ തന്നെ താമസിക്കാമെന്നാണ് പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ആർക്കാണെങ്കിലും പണിയുണ്ട്. പ്രാർത്ഥനയിൽ ബലം പ്രാപിച്ച് പിശാചിനെ നാം ജയിക്കേണ്ടതാണ്. പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കണം. പത്രോസ് പറഞ്ഞതെന്താണെന്ന് നോക്കുക. യേശു കർത്താവിനെ ഏലിയാവിനോടും മോശയോടും കൂടെ താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഏലിയാവ് വേറെയാണ്, മോശ വേറെയാണ്. യേശു കർത്താവ് ഒരിക്കലും യേശുവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ജീവനുള്ളവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ നടുവിൽ തിരക്കുന്നത്? അവനിവിടെ ഇല്ല. യേശുക്രിസ്തു പ്രാർത്ഥിച്ച രീതിയിലുള്ള പ്രാർത്ഥന അവർക്കില്ലാത്തത് കൊണ്ട് ആ സംഭവം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഗത്സമന തോട്ടത്തിൽ പോയ സമയം, താൻ ഏൽപ്പിക്കപ്പെട്ടതായ സമയത്ത് വീണ്ടും 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. 3 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അവിടെ യേശുക്രിസ്തു ഒരു കല്ലേറ് ദൂരത്തോളം ദൂരെ പോയിട്ട് അതൊരു കല്ലെടുത്തെറിഞ്ഞാൽ അത് എത്ര ദൂരത്ത് പോകുമോ അത്രയും ദൂരത്ത് അവൻ ഏകനായി പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കർത്താവ് അത്രയും ദൂരം പോയിട്ട് ഏകനായിരുന്ന് പ്രാർത്ഥിക്കാനിടയായി. എന്താണ് ഇവരപ്പോഴെന്ത് ചെയ്തു? ഉറക്കം തൂങ്ങുവാനിടയായി. 2ാം തവണ വന്നു, 3ാം തവണ വന്ന് അവസാനം പറഞ്ഞു, നിങ്ങൾ ഇനി കിടന്നുറങ്ങിക്കോളൂ എന്ന്. എന്താണ്? മനസ്സ് ശരിയല്ലാത്ത ആളുകൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. വിശ്വാസമില്ലാത്ത ആളുകൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരണമെന്നുണ്ടെങ്കിൽ അവിശ്വാസികളുമായി ഇരുന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. യേശുക്രിസ്തു എപ്പോഴും ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ശിഷ്യന്മാർ ഇത് ശ്രദ്ധിക്കുവാനിടയായി. ശിഷ്യന്മാർ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ്, കർത്താവേ, ആ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. കർത്താവ് അപ്പോൾ വായി തുറന്നിട്ട് എന്താണ് പറഞ്ഞത്? ആദ്യമായി എന്താണ് പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവന്റെ വായിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം വന്നത് എന്താണ്? സ്വർഗം എന്ന്. നമ്മുടെ പ്രാർത്ഥന ഭൂമിയിലാണോ കേൾക്കേണ്ടത്, സ്വർഗത്തിലാണോ കേൾക്കേണ്ടത്? നാം പ്രാർത്ഥിക്കുന്നത് ഭൂമിയിലെ മനുഷ്യർ കേൾക്കുന്നതിന് വേണ്ടിയാണോ, സ്വർഗത്തിലെ പിതാവ് കേൾക്കുന്നതിന് വേണ്ടിയാണോ? എപ്പോഴും പരിശോധിക്കേണ്ടതാണ്. അനേകം ആളുകളുടെയും പ്രാർത്ഥന, പാസ്റ്റർ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് പുകഴ്ത്തണമെന്ന് ആശിക്കുന്നതായ വിശ്വാസികളുമുണ്ട്. എന്റെ പ്രാർത്ഥന കേട്ടിട്ട് വിശ്വാസികൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. ചില പാസ്റ്റർമാർ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമുണ്ടാകാറുണ്ട്. മോനെ, എന്നെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകരുതെന്ന് പറയും ഞാൻ. കർത്താവേ, നീ അറിയുന്നുണ്ടോ? നിനക്കറിയാമോ എന്താണ് നടക്കുന്നതെന്ന്? എന്താണ് ഈ പറയുന്നത്? അവനറിയില്ലേ? എന്താണ്?
മത്തായിയുടെ 3:16 എന്താണ് കർത്താവേ ഉള്ളത് എന്ന് അവനോട് എന്താണ് പറയുന്നത്? പ്രാർത്ഥന എന്തിനാണ് റെഫറൻസ് പറഞ്ഞു കൊടുക്കുന്നത്? സ്വർഗത്തിലുള്ള പിതാവിനോട് സംസാരിക്കുകയാണ്. ആ പിതാവിന് സകലതും അറിയാം. പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സ്നേഹത്തോടു കൂടിയതായ, ബഹുമാനത്തോടു കൂടിയതായ, വിശ്വാസത്തോട് കൂടിയതായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഒരാൾ പറയുവാനിടയായി, കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ പിതാവല്ലേ, അതുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാം, അപേക്ഷിക്കേണ്ട കാര്യമില്ലെന്ന്. ശരി, ഡിമാൻഡ് ചെയ്യാം. എപ്പോഴാണ് ഡിമാൻഡ് ചെയ്യുന്നത്? നീ നിന്റെ ദൈവവുമായിട്ട് നേരെയാണെങ്കിൽ നീ ഡിമാൻഡ് ചെയ്യുക. അല്ലാതെ നീ റോഡെ കൂടെ കറങ്ങി നടന്നിട്ട് കർത്താവിന്റെ അടുക്കൽ ഒന്ന് ഡിമാൻഡ് ചെയ്താൽ അവൻ ചെയ്യുമോ? നിങ്ങളുടെ മകൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നു. നിങ്ങൾ പറയുന്നത് പോലെ അവൻ കഷ്ടപ്പെട്ട് പണം കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ നൽകുന്നു. നാളെ ഒരു ദിവസം അപ്പ എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കൊടുക്കുവാൻ ഇടയാകും. എന്നാൽ 1 രൂപ പോലും നിങ്ങൾക്ക് തരാതെ, നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ റോഡിൽ കൂടെ നടന്നിട്ട് നാളെ ഒരു ദിവസം വന്നിട്ട് അപ്പ ഞാൻ പറഞ്ഞത് കേൾക്കണം, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ, ദൈവം ചോദിച്ചു, മക്കൾ പിതാവിനോട് അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? നീ പിതാവിന് മകനായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ലഭിക്കും. അല്ലാതെ മകനല്ല എങ്കിൽ നിനക്ക് ചോദിക്കുവാൻ കഴിയില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവെന്നാണോ? ഏതു സഭയുടെ പിതാവാണ്? സർവ്വലോകത്തിലുള്ള സഭയുടെ. നീ ഏതു സഭയിലുള്ളവനാണെങ്കിലും അവന്റെ മകനാണ്. നിന്റെ സഭയുടെ പേര് എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ നീ ദൈവത്തിന്റെ പൈതലാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ പന്തലൊക്കെ കെട്ടി. ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു നല്ല ഹൈറ്റുള്ള ഒരു മനുഷ്യൻ, 6 അടി ഹൈറ്റുള്ള ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. തോളിലൊരു തോർത്തൊക്കെ ഇട്ടിട്ട്, ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട്, കയ്യിൽ വലിയൊരു വടിയൊക്കെ പിടിച്ച് എൻ്റെ അടുക്കിലേക്ക് വരാനിടയായി. നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു, നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു, ഞാൻ നല്ലതായിട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട് എന്ന് ചോദിക്കാനിടയായി. ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഒരു ദൈവമേ ഉള്ളോ? പിന്നെന്തിനാണ് നമ്മുടെ നാട്ടിൽ 5 സഭകളുള്ളത്? 5 ചർച്ചുകൾക്കും എന്തിനാണ് 5 പേരിട്ടിരിക്കുന്നത്? കർത്താവേ എന്ത് പറയണമെന്ന് വിചാരിച്ച് തലയുറിയാനിടയായി. കർത്താവേ എന്താണ് ഇയാളോട് മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, ഒരു പിതാവിന് 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 5 മക്കൾക്കും ഒരേ പേര് തന്നെയാണ് ഇടുന്നത്. എല്ലാവർക്കും മത്തായി എന്നിടുമോ? 5 പേർക്ക് 5 പേരുകളാണ്, ഓരോരുത്തർക്കും ഓരോ പേരുകളാണ് നാം സാധാരണ ഇടാറുള്ളത്. എന്നാൽ ആ 5 പേരും ആ പിതാവിന്റെ മക്കളാണ്. അതുപോലെ ഞങ്ങളുടെ സഭകൾക്കും ഓരോരോ പേരുണ്ട് എങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാസ്റ്റർ മീറ്റിംഗിൽ വെക്കുന്ന സമയത്ത് തന്നെ ആ പാസ്റ്റർ മീറ്റിംഗ് വെച്ചിട്ട് മൈക്കെല്ലാം വെച്ചിട്ട് ഞങ്ങളുടെ ചെവിക്കാത്തിൽ സൗണ്ട് എല്ലാം കേൾപ്പിച്ച് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അയ്യോ, മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് അവർ ഗ്രഹിക്കുന്നുണ്ട്. കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്റെ മനസ്സിൽ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ആശ വന്നു. ഈ ദൈവം വലിയവനാണെന്ന് മനസ്സിലായി. എന്നാൽ എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറയേണ്ടത്? പറയൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവിന്റെ പേരിൽ ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ 5 മക്കളും വന്നിട്ട് എന്റെ പിതാവെന്ന് പറയുവാനിടയാകും. എന്റെ അപ്പനാണ്, മാറി എന്റെ അപ്പനാണ്, നിങ്ങൾ മാറി എന്റെ അപ്പനാണെന്ന് പറയും. എന്നാൽ അപ്പൻ കിടപ്പിലാണെങ്കിൽ നീ നോക്കിക്കോ, മൂത്തവനല്ലേ, രണ്ടാമത്തവനായ നീ നോക്കിക്കോ, എനിക്ക് കഴിയില്ല. എല്ലാവരും വിട്ടിട്ട് പോകും. എന്താണ് ഇത്? ലോകത്തിൽ കാണുന്നതായ സംഗതിയാണ്. എന്തെങ്കിലും ആവശ്യമായി വരുമ്പോൾ എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ സഭ എന്ന് പറഞ്ഞു വരും. ഇത് ശരിയായ രീതി അല്ല. എപ്പോഴും നാം ഇത് മനസ്സിലാക്കും. എല്ലാവരും ഈ രീതിയിൽ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, സഭയിൽ ആരാധന കഴിഞ്ഞിട്ട് ദൈവം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും പിതാവാണെന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സഭയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ദേവദാസന് മാത്രമല്ല, ഒരു ദേശത്തിന് മാത്രമല്ല, ഒരു ഭാഷക്കാർക്ക് മാത്രമല്ല, ഒരു വംശക്കാർക്ക് മാത്രമല്ല, യേശുക്രിസ്തു എല്ലാവരുടെയും കർത്താവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സത്യത്തിൽ ഭൂമിയിൽ നിന്ന് 1000 ആളുകൾ അല്ലെങ്കിൽ 2000 ആളുകൾ ഒരുമിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം വിറയ്ക്കുകയില്ലേ? ഭൂമി വിറയ്ക്കുകയില്ലേ?
ഭൂലോകത്തിലുള്ള ഏത് ദേശക്കാരാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തിലായിരിക്കുന്ന പിതാവ് എന്റെ പിതാവാണെങ്കിൽ, നിന്റെ പിതാവാണെങ്കിൽ, അവന്റെ പിതാവാണെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും പിതാവായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും പിതാവ് അവനാണെങ്കിൽ നാം ആരാണ്? ഉറക്കെ പറയൂ. നമ്മുടെ പിതാവ് ഒരുവനാണെങ്കിൽ നാം ആരായിരിക്കും? സഹോദരന്മാരാണ്, രക്തബന്ധമുള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. എന്തിനാണ് മനുഷ്യരെ തരം തിരിക്കുന്നത്? ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നമുക്കൊരു നിമിഷം വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്താൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താൽ ഒരുവനാൽ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. അയ്യോ, ദൈവത്തിന്റെ മക്കളായ നാം പരസ്പരം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, ഒരുവൻ മറ്റൊരുവനെ കുറ്റം പറഞ്ഞാൽ, ഒരു സഭക്കാർ മറ്റൊരു സഭക്കാരെ കുറ്റം പറഞ്ഞാൽ, ഒരു ദേവദാസൻ മറ്റൊരു ദേവദാസനെ കുറ്റം പറഞ്ഞാൽ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കുറ്റപ്പെടുത്തിയാൽ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, നമ്മുടെ പിതാവ്, നിന്റെ സഹോദരനോട് നിനക്ക് കോപമുണ്ടെങ്കിൽ, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ചെന്നിട്ട് ക്ഷമയാചിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ആ സഹോദരൻ നിന്നോടാണ് കോപമുള്ളത്, നിനക്കവനോടൊന്നുമില്ല. ആരാണ് ചെന്ന് പറയേണ്ടത്? അതെങ്ങനെ സാധിക്കും? കൊള്ളാമല്ലോ, അതെങ്ങനെ നടക്കും? നോക്കൂ, യേശുക്രിസ്തു പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് സാധിക്കില്ല. എന്താണ്? സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നെക്കുറിച്ച് അവൻ തെറ്റായി സംസാരിക്കുമ്പോൾ, എന്നെക്കുറിച്ച് അവൻ കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് ചെന്ന് ക്ഷമ പറയണമെന്നാണ്. ഇതെങ്ങനെ സാധിക്കും? കഴിയുകില്ലേ? എങ്കിൽ നിന്റെ പ്രാർത്ഥനയും അവിടേക്ക് ചെല്ലില്ല. എന്താണ് പറയുന്നത്? എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എന്റെ നിലവിളി ദൈവം കേൾക്കുകയില്ലായിരുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി വരുന്നില്ല എന്ന്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനിടയാകും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കുക. എല്ലാവർക്കും തലകളെ വണക്കി കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്രയോ കാലമായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. എങ്കിലും കർത്താവേ, എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, എന്നെ അനുഗ്രഹിക്കുന്നവൻ ആണ്. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നതായ ദൈവമാണ്. മഴ പെയ്യിക്കുന്ന ദൈവമാണ്. ഈ പിതാവ് ഭൂലോകത്തിലെ എല്ലാവരുടെയും പിതാവായിരിക്കുന്നു എന്ന്. അതുപോലെ എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും എല്ലാ വംശത്തിലുള്ള ആളുകളും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ പിതാവിന് അസാധ്യമായിരിക്കുന്നത് ഒന്നുമില്ല. ലോകത്തിലുള്ള ഞങ്ങളുടെ പിതാക്കന്മാർക്ക് സാധിക്കുന്നത് അല്പമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റിത്തരും എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും വായി തുറന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുക. എൻ്റെ ഭക്തി ശരിയായതല്ല ദൈവമേ, എൻ്റെ വിശ്വാസത്തിൽ കുറവുകളുണ്ട് ദൈവമേ, എൻ്റെ പ്രാർത്ഥനയിൽ കുറവുകളുണ്ട് ദൈവമേ. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. മനസ്സിൽ കോപം വച്ചുകൊണ്ട്, മനസ്സിൽ മറ്റുള്ളവരോട് അസൂയ വച്ചുകൊണ്ട്, ക്ഷമിക്കാത്ത മനസ്സുമായിട്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. എന്നെ ദ്രോഹിക്കുന്നതായി എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കുന്നു ദൈവമേ. എന്നെ നിന്ദിക്കുന്ന എൻ്റെ ഭാര്യയോട് ഞാൻ ക്ഷമിക്കുന്നു ദൈവമേ. എന്നോട് കലഹിക്കുന്നതായ എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നു. എന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ദൈവമേ. എന്നോട് കലഹിക്കുന്ന എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ദൈവമേ. എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസം ഒരു മാലിന്യവുമില്ലാതെ നിന്റെ രക്തത്താൽ നീ കഴുകണമേ. എത്രയോ തവണ ഞാൻ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ട്. എത്രയോ തവണ ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എത്രയോ വിഷയത്തിൽ ഞാൻ നിനക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ട്. ഏതെല്ലാം വിഷയത്തിൽ നിന്നെ അനുസരിക്കാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എങ്കിലും നീ എന്നോട് ക്ഷമിക്കുന്നു. എങ്കിലും നീ എന്നെ അനുഗ്രഹിക്കുന്നു. എനിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കൃപ നൽകണമേ.
ചെറുതായ ഒരു കുറ്റപ്പെടുത്തൽ പോലും സഹിക്കാൻ കഴിയുന്നില്ല. ചെറുതായ ഒരു അപമാനം പോലും ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പകരുകയാണ്. ആർക്കെല്ലാം എതിരായി എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ്. ഞാൻ ചെയ്തതായ അനീതിയും അന്യായവും, ഞാൻ ഉണ്ടാക്കിയതായ കലഹങ്ങളും എല്ലാം ക്ഷമിക്കണമേ കർത്താവേ, ശുദ്ധീകരിക്കണമേ പിതാവേ. എല്ലാവർക്കും വായു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളിലേക്ക് നീ നോക്കണമേ. ഏതു ഹൃദയത്തിൽ നിന്നാണ് ഞരക്കങ്ങൾ വരുന്നത്? ഏതു നിലവിളിയാണ് ഞങ്ങളിൽ നിന്ന് വരുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളെ നന്നായി അറിയുന്നതായ കർത്താവേ, ക്ഷമിക്കുവാനുള്ളതായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൽ ആളുകൾ പരസ്പരം പോരടിക്കുകയാണ്. ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ് ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ ദൈവമേ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നഷ്ടമായിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെ, നിന്ദകളെ എല്ലാം നീ അറിയണമേ അപ്പ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കണമേ. നിന്നോട് ചേർന്നിട്ടുള്ളതായ ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.